നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യന് രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് ശമിക്കും, അതിനുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പഴയ കാലത്ത് രോഗം ആരംഭിച്ച ഇത്രയധികം ഹോസ്പിറ്റലുകളൊന്നും ഉണ്ടാവാത്തൊരു കാലഘട്ടത്തിൽ ആയുർവേദമായിരുന്നു എല്ലാവരും ചികിത്സിച്ചിരുന്ന ചികിത്സാ സമ്പ്രദായം. ഇപ്പോൾ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗത്തെ പറ്റി അറിയാൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്നാ രോഗം ആരംഭിച്ചേ ചോദിക്കും. രാത്രിയാണോ പകലാണോ, ഏതാ നക്ഷത്രം ആഴ്ച, അതൊക്കെ പറഞ്ഞോളാൻ പറയും. അപ്പോൾ പഴയ ആളുകൾ അതെല്ലാം ശ്രദ്ധിച്ച് കുറിച്ച് വെച്ചിരുന്നു. ഒരു പനി വന്നാൽ പോലും ഇത്രാം തീയതിയാണ് അത് തുടങ്ങിയത്, 3-4 ദിവസമായി ശമനമില്ല, ഇന്ന നക്ഷത്രത്തിലാണെന്നൊക്കെ പറയാനുള്ളതായ ഒരു ആർജവ ബുദ്ധി പഴയ തലമുറ കാണിച്ചിരുന്നു. ഇന്നത് പകർന്നു കൊടുക്കാത്തത് കൊണ്ട് ആളുകൾക്ക് അറിയുന്നില്ല. ഇന്നിപ്പോൾ ഏത് നട്ടപ്പാതിരയ്ക്ക് പോയാലും ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സ കിട്ടും. അപ്പോൾ ഈ ചികിത്സ ആരംഭിക്കുന്നതിനൊരു ദിവസം രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുക, അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കഴിക്കുക, അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നൊക്കെ പഴയ തലമുറയ്ക്ക് ശീലമുള്ള ഒരു കാര്യം. അന്ന് അതെല്ലാം വിട്ടു. ഇന്ന് തോന്നിയതുപോലെ നമുക്ക് ഭക്ഷണങ്ങളും ഭക്ഷണ രീതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. കാലാവസ്ഥയിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ധാരാളമായിട്ട് പ്രകൃതിയിൽ പലതരത്തിലുള്ളതായ വിഷാണുക്കളുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങളാണെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. രോഗം വന്നു കഴിഞ്ഞാൽ പുതിയ വാക്സിൻ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാണുന്നത്. പഴയ കാലത്ത് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ പനി മാറിയിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ അത്യാധുനിക മരുന്നുകളൊക്കെ വേണം. അതും നേരാവണ്ണം ചികിത്സിക്കേണ്ട പലതരം അപകടങ്ങളും അബദ്ധങ്ങളൊക്കെ മനുഷ്യന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നക്ഷത്രങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അത് ശമിക്കും. വെറുതെ ശമിക്കാന്നല്ല, അതിന് വേണ്ടുന്നതായ പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും അതിന് വേണ്ടുന്ന ചികിത്സകളുടെ സമ്പ്രദായമൊക്കെ അതിൻ്റെ കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് അത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ശമിക്കുക. ശമിക്കാത്ത കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആയുസ്സെടുക്കുന്ന ചില രോഗങ്ങളുണ്ട്. ചില ദിവസം ചില നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചാൽ അത് മനുഷ്യൻ്റെ ഉയരോട് കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ മരണനിരക്ക് വളരെയധികം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പായി വന്നതോട് കൂടിയിട്ട് മരുന്നുകൾ ധാരാളം ഉണ്ട്. എന്നാലും മരുന്ന് മാറി കുത്തിവെച്ച് പല പ്രശ്നങ്ങളുണ്ടായതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചികിത്സ ഫലിക്കാതെ വന്നിട്ടും ചികിത്സിക്കാൻ നേരം വൈകിട്ടൊക്കെ പലതരത്തിലുള്ളതായ ആപത്തുകൾ മനുഷ്യന് സംഭവിക്കുന്നുണ്ട്. എന്തായാലും രോഗം എന്നുള്ളത് നിസ്സാരക്കാരനല്ല. അതിന് പലതരം അവസ്ഥകളുണ്ട്. രോഗം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരവസ്ഥ, രോഗം വന്നതിന് ശേഷമുള്ളൊരവസ്ഥ, പൂർണ്ണമായി രോഗിയായതിനു ശേഷമുള്ള അവസ്ഥ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വാദം, പിത്തം, കഫം ഏത് പ്രകൃതിയാണ് മനുഷ്യനൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു പഴയ ആളുകൾ ചികിത്സിച്ചിരുന്നത്. ഇന്നും അങ്ങനെയുണ്ട്. പഴയ ആചാര്യന്മാരൊക്കെ ഇന്നുണ്ട്. ആയുർവേദ ആചാര്യന്മാരൊക്കെ വളരെ കൃത്യമായി ആ വ്യക്തിയെ കണ്ട് മനസ്സിലാക്കി വ്യക്തിയുടെ സ്വഭാവം, രൂപം, വർണ്ണം ഒക്കെ നോക്കി ചികിത്സിക്കുന്ന ആളുകളുണ്ട്. എങ്കിലും നമ്മുടെ ജ്യോതിഷത്തിലും ഇതിനെ പറ്റിയിട്ട് വളരെയധികം ശ്രദ്ധാലുവാകേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്കത് പരിശോധിക്കാം. വൈശ്വേ സൗമ്യേ ച രോഗി മാസാദുപരിതു വസു ബ്രധ്നശൂർപ്പേഷു പക്ഷാൽ. ഇതിൽ ചില നക്ഷത്രങ്ങളുടെ പേരാണ് അത് പറഞ്ഞിട്ടുള്ളത്. വൈശ്വേ, സൗമ്യേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈശ്വം എന്ന് പറഞ്ഞാൽ ഉത്രാടം, സൗമ്യം മകീരം. ഈ നാളുകളിൽ രോഗിയായി കഴിഞ്ഞാൽ മാസാദുപരി, ഒരു മാസത്തിന് ശേഷം ശമനം ഉണ്ടാവുന്ന, അതായത് ഉത്രാടം, മകീരം നക്ഷത്രങ്ങളിൽ രോഗിയായവൻ, അല്ലെങ്കിൽ രോഗാരംഭം തുടങ്ങിയ രോഗം ആരംഭിച്ചാൽ നമ്മൾ ശ്രദ്ധയിൽ പെടുമ്പോഴാണല്ലോ നമുക്ക് രോഗം വന്നു എന്ന് മനസ്സിലാവുക. അപ്പോൾ ഉത്രാടം, മകീരം നക്ഷത്രത്തിൽ രോഗിയായവന് ഒരു മാസ കാലയളവിന് ശേഷം സമാധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വസു ബ്രധ്ന ശൂർപ്പേഷു പക്ഷാൽ. വസു എന്ന് പറഞ്ഞാൽ അവിട്ടം, ബ്രധ്നൻ അത്തം, ശൂർപ്പ എന്ന് പറഞ്ഞാൽ വിശാഖം. ഈ 3 നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷത്തിന് ശേഷം, ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിത്ര പ്രചേതോ യമഹരിഷു. ചിത്ര എന്ന് പറഞ്ഞാൽ ചിത്ര നക്ഷത്രം, പ്രചേതസ് ചതയം, യമ എന്ന് പറഞ്ഞാൽ ഭരണി, ഹരി എന്ന് പറഞ്ഞാൽ തിരുവോണം. ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ രുദ്രസംഖ്യാത്. രുദ്രസംഖ്യ എന്ന് പറഞ്ഞാൽ 11 എന്നാണ്. 11 രുദ്രന്മാരുണ്ട്, ഏകാദശ രുദ്രന്മാരുണ്ട്. അതാണ് രുദ്രസംഖ്യാത്. അതായത് 11 ദിവസത്തിന് ശേഷം സമാധാനം ഉണ്ടാവുന്ന. മഘായാം
വിംശാദഗ്നോ മകത്തിന് 20 ദിവസത്തിന് ശേഷം, വിംശാദഗ്നോ വിംശതി 20 മകത് നക്ഷത്രത്തിൽ രോഗം ആരംഭിച്ചാൽ 20 ദിവസത്തിന് ശേഷവും. ഗുരു ഭഗ സുരസു, ഗുരു പൂയം, ഭഗ ഉത്രം, സുരസു പുണർദം, ബുധ്നി ഉത്രട്ടാതി, വേധസു രേവതി, ഈ നക്ഷത്രങ്ങളിൽ, അതായത് പൂയം, ഉത്രം, പുണർദം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചാൽ ഭൂഭൃത് സംഖ്യാത്, അതായത് ഭൂഭൃത് സംഖ്യ എന്ന് പറഞ്ഞാൽ പർവ്വതസംഖ്യ എന്നാണ് അതിന് പേര് പറയുക. ഞങ്ങൾ ജ്യോത്സ്യന്മാർ അത് പർവ്വതസംഖ്യ എന്ന് പറയും. 7 പർവ്വതങ്ങളാണ്. അപ്പോൾ 7 ദിവസത്തിന് ശേഷവും. മൂലാശിയുക്തേ ഹുതഭുജി നവമാൽ മിത്രപൂഷ്ണ കൃച്ഛാൽ എന്ന് പറയും. സുഖം വിരുദേതു എന്നാണ്. മൂല അശ്വി, മൂലം തന്നെ, അശ്വി അശ്വതി, ഹുതഭുജി കാർത്തിക, ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ നവമാത് 9 ദിവസത്തിന് ശേഷവും. മിത്രപൂഷ്ണോ, മിത്ര, അനിഴം, പൂഷാവ്, രേവതി, ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പനിപ്പെട്ടിട്ടും സുഖം വിരുദേതു, സുഖം പ്രാപിക്കണമെന്നാണ്. അപ്പോൾ ബുധ്നി വേദസു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദസു എന്ന് പറഞ്ഞതും അതിലും ഈ രേവതി നക്ഷത്രം പെട്ടിട്ടുണ്ട്. രേവതി, പൂഷാവും രേവതി തന്നെയാണ്. അപ്പോൾ അത് രോഗിയുടെ ഭേദം അനുസരിച്ചിട്ട് ആ രോഗി ഏത് ടൈപ്പാണ് മനസ്സിലാക്കുക. വാദപ്രകൃതിയാണോ, പിത്തപ്രകൃതിയാണോ, കഫപ്രകൃതിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. ആ രേവതി നക്ഷത്രം 2 വട്ടം ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതായത് രേവതി നക്ഷത്രത്തിൽ നമ്മൾ പറഞ്ഞു ബുധ്നി വേദസു എന്ന് പറഞ്ഞു. ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ 7 ദിവസത്തിന് ശേഷം സമാധാനം ഉണ്ടാവും എന്നാണ്. പിന്നെയും വീണ്ടും അത് നമ്മൾ എടുത്തു പറഞ്ഞു. മിത്രേ പൂഷ്ണോ, അതായത് അനിഴം രേവതി നാളുകളിൽ രോഗം ആരംഭിച്ച വളരെ പണിപ്പെട്ടതിന് ശേഷം മാത്രം. ചിലപ്പോൾ അത് കുഴപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കേട്ടോ. രേവതി നക്ഷത്രം നിസ്സാരക്കാരനല്ല. അതിൻ്റെ 4-ാം പാദത്തിലൊക്കെ ആണെങ്കിൽ, അതായത് വേദം എന്ന് പറയും, അത് ഖണ്ഡം, അങ്ങനെ അശ്വതി മകം മൂലം മുതൽക്കാലിയവും ഒന്നിനും രേവത്തി ആയില്യവും കേട്ട 4-ാം കാലിയവും യുവനക്ഷത്ര ഗണ്ണാന്തത്തിലാണെങ്കിലാണ് വളരെ പണിപ്പെട്ടിട്ട് ആ രോഗം സമാധാനമാവുള്ളൂ എന്ന് നമ്മൾ പറയണം. അപ്പോൾ ആദ്യത്തെ 3 പാദത്തിൽ വന്നാൽ 7 ദിവസത്തിനുള്ളിൽ ശമിക്കുമെന്നും അവസാനത്തെ ഒരു പാദത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായതിനു ശേഷം മാത്രമാണ് ആ രോഗം ഭേദമാവുള്ളൂ എന്നൊക്കെ ദൈവജ്ഞൻ വിധിക്കേണ്ടതാണ്. പിന്നെയോ ജ്യേഷ്ഠാസീരോഗ രൗദ്ര പൂർവാത്രയേഷു ജാതരോഗ ന പ്രാണിതി ഛിദ്രാസമേതേഷു എന്ന് പറഞ്ഞു. കുറച്ചധികം നക്ഷത്രങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തൃക്കേട്ട, ചോതി, ആയില്യം, തിരുവാതിര, പൂരം, പൂരാടം, പൂരോർച്ചാതി, പൂർവാത്രയം എന്ന് പറഞ്ഞാൽ പൂരം, പൂരാടം, പൂരോർച്ചാതി, ഈ നാളുകളിൽ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗി അത്യന്തം അപകടത്തിലാണ്. ആ രോഗിക്ക് എന്തും സംഭവിക്കാം എന്ന് ദൈവജ്ഞൻ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് ഇത് ഫലം പറയാവൂ. രാശിക്ക് വെച്ച് ആയുർബലമൊക്കെ നിർണ്ണയിച്ചതിന് ശേഷം മാത്രം അതൊക്കെ പറയാവൂ. ശരിക്കും ഉണ്ടായ ജാതരോഗ എന്ന പ്രാണിതി എന്നാണ്. ആ വ്യക്തി ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുക. ശരിക്കേ തൃക്കേട്ട, ചോതി, ആയില്യം, തിരുവാതിര, പൂരം, പൂരാടം, പൂരോർച്ചാതി നക്ഷത്രത്തിൽ രോഗം ആരംഭിച്ചാൽ ആ വ്യക്തിയുടെ ജീവന് ആപത്തുണ്ട്. ഛിദ്രാസമേതേഷു ചതുർത്ഥി, നവമി, ചതുർദശി, ദ്വാദശി ഇത്യാദി നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ അതും ലേശം പ്രയാസത്തെ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഛിദ്രാസമേതേഷു സ പാപവാരേഷു ചതുർത്ഥി, നവമി, ചതുർദശി, ദ്വാദശി, അഷ്ടമി ഈ തിഥികൾ വളരെയധികം ശ്രദ്ധിക്കണം. ആഗ്നേയ വസ്വന്തക വാരേനേഷു എന്ന് പറഞ്ഞിട്ട്, ആഗ്നേയ വസ്വന്തക വാരേനേഷു കാർത്തിക, അവിട്ടം, ഭരണി, ചതയം, വരുണൻ, ചതയം ഈ നക്ഷത്രങ്ങളിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗി അധികം കാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി പറയേണ്ടതുണ്ട്. അത് ആചാര്യപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രോഗമാകട്ടെ നിസ്സാരമായിട്ട് കാണരുത്. ഇത്തരം ദിവസങ്ങളിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ അത് നിസ്സാരമായിട്ട് കാണാതിരിക്കുക, അതിനെ ഗൗരവത്തിൽ സമീപിക്കുക. ചുരുങ്ങിയ പക്ഷം നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ വിദഗ്ധനായിട്ടുള്ളൊരു ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടത്. പക്ഷേ ഈ നക്ഷത്രങ്ങളിൽ രോഗം ആരംഭിച്ചാലത്തെ കാര്യം അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊതുജനങ്ങൾ അറിവിലേക്കായിട്ട് ആസ്ട്രോ മീഡിയ
പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രോഗം വരുമ്പോൾ ആ വ്യക്തിയുടെ പേരിലൊരു ആതുര പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗചിന്തയുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കുക. അല്ലെങ്കിൽ അയാളുടെ ജാതകം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ജാതക പരിശോധന എന്ന് വിശദമായി നടത്തിയതിന് ശേഷം അയാളുടെ കാലക്കേടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാലക്കേടുണ്ടെങ്കിൽ വിധിപ്രകാരമുള്ളതായ പ്രായശ്ചിത്തങ്ങൾ ചെയ്യാം. അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസം, നിങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു തരാൻ പറ്റാവുന്ന ദൈവജ്ഞന്മാരോ പൂജകന്മാരോ ആരോ ആകട്ടെ, അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാം. എന്തായാലും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ചരാചരങ്ങൾക്കും സുഖം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.